ഹായ് ഗൈസ്, അങ്ങനെ കുറേ കാലത്തിന് ശേഷം ഞാൻ വീണ്ടും വന്നു. കുറച്ച് ബിസി ഷെഡ്യൂളായിരുന്നു കഴിഞ്ഞ മന്ത് നോക്കുകയാണെങ്കിൽ. അതുകൊണ്ട് എനിക്ക് വീഡിയോസ് ഒന്നും തന്നെ പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഒരുപാട് സംഭവങ്ങൾ നടന്നു. വീട്ടിലായാലും വർക്ക് സ്പേസിലായാലും എൻ്റെ ലൈഫിലായാലും ഒരുപാട് അടിപൊളി കാര്യങ്ങളൊക്കെ നടന്നു. അപ്പോൾ ഇന്ന് നമ്മളിവിടെ അടുത്തുള്ളൊരു കിട്ടിയില്ലം പോലത്തെ ഒരു സ്ഥലത്താണ് പോകാൻ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, ലെറ്റ്സ് ഗോ. മുട്ടിന് താഴെ ഇല്ലാത്ത ഡ്രസ്സ് ഇട്ട് നടക്കുന്ന ആദ്യത്തെ ദിവസം ഇവിടെ. അതാണിത്. അതൊരു തരം കോൺഫിഡൻസ് തന്നെയാണ്. നമ്മളിപ്പോൾ എത്ര ദൂരെ നിൽക്കുന്നതാണെങ്കിലും നമ്മുടെ വീട്ടിലായാലും ഗേൾസിനെ സംബന്ധിച്ച് അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാൻ പറ്റുക എന്ന് പറയുന്നത് അടിപൊളിയായിട്ടുള്ളൊരു കോൺഫിഡൻസ് തന്നെയാണ്. ഇന്ന് നമുക്ക് ഓഫ് ആയത് ഒരു കണക്കിന് നന്നായിട്ടുണ്ട്. കാരണം ഇത് നമ്മുടെ വിന്റർ ആർക്ക് സ്റ്റാർട്ട് ചെയ്തു. അതായത് ഒക്ടോബർ മന്ത് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ തന്നെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ പറ്റിയതിൽ ഞാൻ ഒരുപാട് ബ്ലെസ്ഡ് ആണ്. അതായത് ഇപ്പോൾ ഓട്ടം സീസൺ ആണ് വരുന്നത്. ഒരുപാട് ഇലകളും ഒക്കെ പൊഴിഞ്ഞ് മരങ്ങളൊക്കെ മഞ്ഞ കളറിലായി കിടിലം പോലെ എല്ലാ സ്ഥലവും നല്ല ഭംഗിയുണ്ടാവും കാണാൻ. നമ്മൾ അങ്ങനെ ഒരു സ്പോട്ടിലേക്കാണ് ഇപ്പോൾ പോകാൻ പ്ലാൻ ചെയ്യുന്നത്. നാട്ടിലാവുമ്പോൾ എനിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ കോളേജിൽ പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ വർക്ക് കഴിഞ്ഞ് വരികയാണെങ്കിലോ എൻ്റെ വീട് വരെ എത്തുന്നതിന് റോഡ് സൈഡിലുള്ള എല്ലാ ആൾക്കാരുടെ അടുത്തും പോട്ടെ, എന്തല്ല പോട്ടെ, ഇതൊക്കെ ഇങ്ങനെ ചോദിച്ച് മീൻസ് എന്താ പറയുക, അവരൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ടാണ് വരിക. പക്ഷെ ഇവിടെ ഇപ്പം ലാംഗ്വേജ് ബാരിയർ ഉണ്ടാവും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഉള്ളൊരു ഇൻ്റർപ്രിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ബട്ട് ഇവിടെ എത്തിയതിന് ശേഷം ഞാൻ റിയലൈസ് ചെയ്ത കാര്യം, എനിക്ക് ഞാനിപ്പോൾ ഇത് വീഡിയോ ചെയ്യുന്നുണ്ട്, അല്ലാണ്ട് ഞാൻ കാണുന്ന ആൾക്കാരത്തെ ഞാൻ വിഷ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ചിരിക്കും, അവർ തിരിച്ചും ചിരിക്കും. സ്റ്റാർട്ടിങ്ങിൽ നല്ലൊരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. ഇൻസെക്യൂരിറ്റി ഉണ്ടാവും ഈ വൈറ്റ് പീപ്പിൾ. അതെ, സ്കോട്ടിഷ് ആൾക്കാരുടെ അടുത്ത് നമുക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ഇവരെങ്ങനെ നമ്മൾ എടുക്കും എന്നുള്ള നല്ലൊരു സംഭവം നമ്മുടെ മനസ്സിൽ ഉള്ളിൽ ഉണ്ടാവുമായിരുന്നു. പക്ഷേ ഇതിൽ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവർ നമ്മളെ നല്ല രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യുന്നു. ഇവരെ നമ്മളെ എന്താ പറയുക, ഭയങ്കര റെസ്പെക്ട് ചെയ്തു. നമ്മൾ എത്ര ചെറിയ ആളായിക്കോട്ടെ വലിയ ആളായിക്കോട്ടെ, ഇപ്പം റോഡ് തന്നെ എടുക്കാം, ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും നമ്മൾ കാൽനട യാത്രക്കാർക്കാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. നമ്മുടെ നാട്ടിൽ നമ്മുടെ ഡ്രൈവിംഗ് ലേണേഴ്സ് ടെസ്റ്റിൽ മാത്രമാണ് ഞാനത് പഠിച്ചിട്ടുള്ളൂ. അല്ലാണ്ട് നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്ന ടൈമിലാണെങ്കിലും നടക്കുന്ന ആൾക്കാർക്കല്ല അവിടെ പ്രയോറിറ്റി ഉള്ളത്. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് ആ പഠിച്ച സാധനം അതേപോലെ അപ്ലൈ ചെയ്ത് കാണാം. നടക്കുന്ന ആൾക്കാർക്കാണ് ഇവിടെ മിക്ക സ്ഥലത്തും എല്ലാ സ്ഥലത്തും പരിഗണന കൊടുക്കുന്നത്. അതുപോലെ ആൾക്കാരെ നമ്മളെ ഗ്രേറ്റ് ചെയ്യുകയാണെങ്കിലും നമുക്ക് വരുന്ന ഒരു റെസ്പെക്റ്റ് ആണെങ്കിലും നമ്മൾ പഠിക്കേണ്ട തന്നെ കാര്യമാണ്. ഇതിൽ മെജോറിറ്റി ആണ് ഞാനിപ്പോൾ പറഞ്ഞത് കേട്ടോ. അതല്ലാത്തതുണ്ട്, ഇപ്പൊ എല്ലാ നാട്ടിലും അങ്ങനെ ഉണ്ടാവല്ലോ. ഓക്കെ, ഇനി നമുക്ക് ക്രോസ് ചെയ്യാം. ഇവിടെ ഗ്രീൻ സിഗ്നൽ വരാൻ ഇങ്ങനെ കാത്തു നിൽക്കണം. വണ്ടി ഇല്ലെങ്കിൽ ഞാൻ മുറിച്ച് കിടക്കാറുണ്ട്. ഇപ്പോൾ ഈ വണ്ടി പോയാൽ നമുക്ക് മുറിച്ച് കിടക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇവിടെ ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു പരിചയമില്ലാത്ത ഒരുപാട് ആൾക്കാരുടെ അടുത്ത് ഞാൻ കയറി മിണ്ടും. ഹായാണ് നമ്മളിപ്പോൾ ഹലോ എന്ന് ചോദിക്കുന്ന പോലെ ഹായ് എന്ന് പറയുന്ന പോലെ ഇവിടെ എല്ലാം ഹ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക അവരുടെ ടോക്ക്. അപ്പൊ എല്ലാവരുടെ അടുത്തും പറയും. പിന്നെ ഈ ഏജ്ഡ് ആയിട്ടുള്ള കുറെ അമ്മൂമ്മമാരുണ്ടാവും. അവരാണ് ഭയങ്കര എന്താ പറയാ, നല്ല മനുഷ്യരാണ്. നമ്മളിപ്പോ ഒരു ചെറിയ കുട്ടിയാണെങ്കിലും നമ്മളിപ്പോ എത്ര വേർഡാണെങ്കിലും അവര് നമ്മളെ നല്ല രീതിയിൽ കോംപ്ലിമെന്റ് ചെയ്യും. അതൊക്കെ വലിയ കാര്യം തന്നെയാ. ഇവിടുന്ന് അങ്ങനെ കുറെ കാര്യങ്ങൾ, ഇപ്പൊ പുതിയ ആൾക്കാരെ കാണുമ്പോൾ പുതിയ കാര്യങ്ങൾ പഠിക്കാന്ന് പറയുന്നത് ചെറുതൊന്നും അല്ല, വെറുതെ പറയുന്നതും അല്ലാന്ന് എനിക്ക് ഇവിടെ വന്നപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ക്യാരക്ടർ ബിൽഡിങ്ങിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആണെങ്കിലും നമ്മളിങ്ങനെ കുറച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ, അതിപ്പം ഇവിടെ തന്നെ വരണം എന്നില്ല കേട്ടോ, നമ്മൾ കുറച്ചൊന്ന് മാറി നിന്നാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നുള്ളത് ഞാൻ ഈയിടെയായിട്ട് റിയലൈസ് ചെയ്യുന്നുണ്ട്. എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ സിറ്റി. കഴിഞ്ഞ ഓഫിന് ഇവിടെ നിന്നായിരുന്നു എൻ്റെ ഡിന്നർ. നമ്മളെ കൊച്ചിയിൽ മാത്രമേ ഞാൻ ഹോളിഡേന് കണ്ടിട്ടുള്ളൂ. അതിനുശേഷം ഞാൻ ഹോളിഡേന് കാണുന്നത് ഇവിടെയാണ്. അപ്പൊ ഇത് വലിയ സംഭവം എനിക്ക് തോന്നി. ഈ ഒരു പൊതുവെയുള്ള കാലാവസ്ഥ എന്ന് പറയുന്നത് ഇങ്ങനെയല്ല കേട്ടോ, നല്ല കാറ്റാ. പക്ഷെ
ഇന്നും ഇന്നലെയുമായിട്ട് രാവിലത്തെ ക്ലൈമറ്റ് ഇതാ ഇതുപോലെ കുറച്ച് വെയിൽ കാണുന്നുണ്ടോ? അതെ, കുറച്ച് വെയിലും കുറച്ച് തണുപ്പും ഒക്കെ ആയിട്ട് ഇങ്ങനെ നല്ല രസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇറങ്ങിയത്. ഇനി കുറച്ച് കാലം കഴിയുമ്പോൾ എല്ലാ മരങ്ങളും ദാ ഇതുപോലെ ആവും. അതിൻ്റെ കമ്പുകളും തടിയും മാത്രമായിട്ട് ഇങ്ങനെ ആവും. ഇപ്പോൾ കറന്റ്ലി ഒരുവിധം മരങ്ങളൊക്കെ ഈ കാണുന്നില്ലേ, ഈ ഒരു പരിവായിട്ടുണ്ടാവും. ഇതാണ് നമ്മൾ കാണാൻ പോകുന്നത്. വീട്ടിൽ നിന്നൊരു 5 മിനിറ്റ് മാത്രമേ ഇങ്ങോട്ടേക്കുള്ളൂ. നല്ല പ്ലേസ് ആണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഓഫുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ എന്താ പറയുക, വർക്ക് കഴിഞ്ഞ് വരുന്ന ദിവസങ്ങളിലൊക്കെ നേരത്തെ വരികയാണെങ്കിലൊക്കെ ഇവിടെയൊക്കെ വന്നിരിക്കാറുണ്ട്. നമ്മളിപ്പോൾ പോകാൻ പോകുന്ന സ്ഥലത്ത് ഭയങ്കര കാം പീസ് ആയിട്ടുള്ളൊരു സ്പേസാണ്. നല്ല സുഖം അവിടെ ഇരുന്ന്. ആരും അങ്ങനെ ആൾക്കാരൊന്നും ഉണ്ടാവില്ല കേട്ടോ, പക്ഷെ നല്ലൊരു സുഖമാണ് അവിടെ ഇങ്ങനെ ഇരുന്ന് ബുക്കൊക്കെ വായിക്കാൻ. ഇവിടുത്തെ ആകാശം അതെടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ കുറച്ച് കാറ് മൂടി കാണുന്നുണ്ടെങ്കിലും ഇത് വളരെ താഴെയായിട്ട് നമുക്ക് കാണാൻ പറ്റും. നല്ല താഴെയായിട്ടായിരിക്കും ഉണ്ടാവുക. എന്തോ ഒരു ഭംഗിയാണ് കാണാൻ. ഞാൻ ഡെയിലി ഇറ്റ്സ് ആൻഡ് എവറി ഡേ ഞാൻ ഒരു ഫോട്ടോ സ്കൈൻ്റെ അത് എടുത്ത് വെക്കും. കാരണം അത് നമ്മളടുത്ത് എന്തോ സംസാരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യും. അങ്ങനെ അടിപൊളിയായിട്ട് ഇപ്പോൾ പിങ്ക്, റെഡ്, ഓറഞ്ച് അങ്ങനെ പല പല കളർ, വയലറ്റ്, അതിലായിരിക്കും നമുക്ക് സ്കൈ കാണാൻ പറ്റുക ഓരോ ടൈമിൽ. ഇതിപ്പോൾ ഈ ഒരു ടൈമിൽ ഇങ്ങനെ തന്നെ ഉണ്ടാവാൻ തോന്നുന്നു. കണ്ടോ? ഭയങ്കര ഭംഗിയാണ് കാണാൻ. നമ്മുടെ സ്പോട്ടിലെത്തിക്കഴിഞ്ഞു ഗൈസ്. ഇത് ഫസ്റ്റ് സ്പോട്ടാണ്. ഇതാണ് ഇവിടുത്തെ ഓട്ടം. കണ്ടോ? ഫുള്ളിലൊക്കെ പൊഴിഞ്ഞ് ഇത് അവിടെ ഒരു ചെയർ കാണുന്നില്ലേ? ആ ഒരു ചെയറിലാണ് ഞാൻ എപ്പോഴും വന്നിരിക്കുന്നത്. പിന്നെ ഇവറ്റകൾ, ഇതാണ് സീഗൾസ്. ഞാൻ +1 ടെക്സ്റ്റ് ബുക്കിൽ മാത്രമേ ഇതിനെ കണ്ടിട്ടുള്ളൂ, കേട്ടിട്ടുള്ളൂ. പക്ഷെ ഇത് വല്ലാത്ത സാധനങ്ങളാന്ന് പൊതുവെ എല്ലാവരും പറയുന്നുണ്ട്. എന്നൊക്കെ അറിഞ്ഞൂടാ. നിറച്ചു അതേ ഇവിടെ ഉള്ളൂ. കണ്ടോ? ഇതാണ് നമ്മ പറഞ്ഞ സ്ഥലം. 11:45 രാവിലെ 11:45 ഇവിടെ. പക്ഷെ അടിപൊളിയാ കാണാൻ. ഇവിടെ ഇപ്പം ആരുമില്ല കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ പ്രഹസനം. ഒരു ഇളം കാറ്റ്, നല്ല വെയില്. അപ്പൊ ഇങ്ങനെ ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ കുറച്ചിരിക്കാൻ നല്ല സുഖം. ഇത് കുറച്ച് കാലം കൂടെ ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ഒരു 2 വീക്സും കൂടെ ഇനി ഈ ഒരു ക്ലൈമറ്റ് ഉണ്ടാവും. പിന്നെ വിന്റർ സ്റ്റാർട്ടിങ് ആണ്. അപ്പൊ നമുക്ക് ഇത് മാക്സിമം എന്ത് ചെയ്യാൻ പറ്റും, ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ടൈമാണ്. പിന്നെ ഇതിന്റെ കുറച്ച് അങ്ങോട്ടേക്ക് ഇതിലും കിടിലമായിട്ടുള്ളൊരു സ്ഥലമുണ്ട്, ഞാൻ കാണിച്ചു തരാം. പക്ഷെ ഇപ്പൊ പോണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. ഇവിടെ ഒരു സ്ഥലത്തും വെച്ച് എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ് കാണിക്കാനുള്ളൊരു സ്ഥലം കിട്ടുന്നുണ്ട് എൻ്റെ വീട്ടിൽ. ഇതാണ് ഔട്ട്ഫിറ്റ്. നമുക്കിഷ്ടമുള്ള ഡ്രസ്സ് ഇടാൻ പറ്റാന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അതിന് വേറെ നാട്ടിൽ പോയി ഇടേണ്ട ഒരു അവസ്ഥ വന്നത് എനിക്കായിരിക്കും. ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങനത്തെ ഒന്നിട്ട് നടന്നിട്ടില്ല. പണ്ടും അങ്ങനെ തന്നെയാണ് ആൾക്കാർ. ലിപ്സ്റ്റിക് ഇട്ടാൽ ഒക്കെ പറയും എന്തോ തുള്ളിച്ചാണ് എന്നാ വിചാരിക്കുന്നത്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. ഇപ്പം ഈ പറഞ്ഞ ആൾക്കാരും ഇപ്പം മോളും എല്ലാവരും ഇതിട്ട് നടക്കുന്നുണ്ട്. ഇപ്പം അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടുമ്പോൾ അതും അക്സെപ്റ്റ് ചെയ്ത് വരും. ഇപ്പം എൻ്റെ വീട്ടിലുള്ള ആൾക്കാർ ഇത് എങ്ങനെ എടുക്കുന്നുള്ള എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും എനിക്കിഷ്ടമുള്ളത് ഇടാറുണ്ട് ഞാൻ. ഒരുവിധം അവരെന്നെ ലിമിറ്റ് ചെയ്യാറുണ്ടെങ്കിലും ഒരുവിധം അവരെന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. പിന്നെ ഇതിപ്പോൾ ഇവിടെയാണ്, ഇവിടെ എല്ലാവരും ജീവിക്കുന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഇല്ലാത്ത കോൺഫിഡൻസ് ഉണ്ടാക്കി ഞാനിട്ടു എൻ്റെ ഇഷ്ടത്തിന്.
എൻ്റെ കയ്യിൽ സെൽഫി സ്റ്റിക്കോ കാര്യങ്ങളോ അല്ലെങ്കിൽ സ്റ്റാൻഡോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ സാധനം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, എല്ലാത്തിനും പരിഹാരമുണ്ട്. കണ്ടോ, സ്റ്റാൻഡ് ഇല്ല, അതായത് ഇതെവിടെ വെച്ച് ഷൂട്ട് ചെയ്യുന്നുള്ളൊരു ഐഡിയ ഒന്നും എനിക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ നോക്കുമ്പോൾ എല്ലാ മരത്തിനും ഇതുപോലത്തെ സാധനങ്ങളുണ്ട്. നൈസായിട്ട് അതുമ്മേൽ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. ഓക്കെ, മുടിയിലെല്ലാം പുല്ലായി. അങ്ങനെ ഇവിടെ നമ്മൾ ചെറുതായിട്ട് പരിപാടി അവസാനിപ്പിച്ച് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാം. അടുത്ത സ്ഥലത്ത് വെയിലാണ്. വേറൊരു ദിവസം പോയാലൊന്ന് ആലോചിക്കുന്നുണ്ട്. വെയിലുള്ള ടൈമിൽ അവിടെ കാണാൻ അത്ര സുഖം ഉണ്ടാവില്ല. വെയിലില്ലാത്തൊരു സൺസെറ്റ് കാണാനാണ് അടിപൊളി. വേറൊരു ദിവസം നെക്സ്റ്റ് വീക്ക് ഓഫുള്ള ടൈമിൽ ഞാൻ എന്തായാലും വരുന്നുണ്ടാവും.